തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ 3 ദിവസങ്ങളിലൂടെ കർത്താവ് വലിയ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് വർഷിക്കുകയാണ്. പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ വലിയ ആനന്ദം അനുഭവിക്കുന്ന ദിവസങ്ങളാണിത്. പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ വഴി ഈ ആത്മാക്കൾക്ക് വലിയ ശാന്തിയും സമാധാനവും ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലും പങ്കെടുക്കാം. പ്രിയപ്പെട്ടവരെ, കടലിലെ തിരമാലകളെ കീറി മുറിച്ചു കടന്നു പോകുന്ന ഒരു തോണി പോലെയാണ് തിരുസഭ. എല്ലാ കാലഘട്ടങ്ങളിലും വലിയ തിരമാലകളും കാറ്റും കോളുമൊക്കെ ഈ തോണിയെ വല്ലാതെ ആടി ഉലയാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് സഭ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ തോണിയുടെ, ഈ സഭാനൗകയുടെ അമരത്തുറങ്ങുന്നവൻ സർവശക്തനായ ദൈവമാണ്. തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നത് കണ്ടും കൊടുങ്കാറ്റടിക്കുന്നത് കണ്ടും തോണി ആടി ഉലയുന്നത് കണ്ടും പലരും പറയും, ഇതാ സഭ തകർന്നു, അല്ലെങ്കിൽ സഭയിൽ പ്രശ്നങ്ങളാണ്, സഭ ഇളകി മറിയുന്നു എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യാറുണ്ട്. അന്ന് തോണിയിൽ ശിഷ്യന്മാര് ആ കടലിലൂടെ യാത്ര ചെയ്ത സമയത്ത് തോണി എങ്ങനെ ആടി ഉലഞ്ഞു, എപ്രകാരം ശിഷ്യന്മാർ അസ്വസ്ഥരായോ, അതുപോലെ തന്നെ ഇന്നും സഭയിലുള്ളവരും പുറത്തുള്ളവരുമൊക്കെ സഭയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളും ആകുലതകളും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ സഭയുടെ അമരത്തിരിക്കുന്ന ദൈവമായ കർത്താവ്, അവിടുന്ന് സർവശക്തൻ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാണ്. സകലതിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ആ കർത്താവ് സ്ഥാപിച്ച സഭയിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മൾ ഇളകിമറിയുന്ന തിരമാലകളെ നോക്കിയോ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ നോക്കിയിട്ടോ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. അതെല്ലാ കാലത്തും സഭയിൽ ഉണ്ടായിരുന്നതാണ്. നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആ തോണിയിലെ ശിഷ്യന്മാര് അമരത്ത് കിടന്നുറങ്ങുന്ന ഈശോയെ നോക്കി, ഗുരുവേ, കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ശക്തിയോടെ വിളിച്ചപേക്ഷിച്ചപ്പോൾ സർവശക്തനായ ദൈവം ആ തോണിയിൽ എഴുന്നേറ്റ് നിന്ന് കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ചവൻ, സൃഷ്ടാവായ ദൈവം അവയോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. ഇന്ന് നമ്മൾ വിമർശിക്കുകയും കുറ്റം പറയുകയും ചർച്ച ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയും ചെയ്യുന്നതിന് പകരം സഭയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കർത്താവിനെ സ്നേഹിച്ച് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ ഈ സഭാനൗകയിൽ എഴുന്നേറ്റ് നിന്ന്, സഭാനൗകയിൽ മുട്ടുകുത്തി നിന്ന് ഈ സഭയിലുള്ള കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ച് ആശ്രയിക്കുകയാണ് ചെയ്യേണ്ടത്. ശിഷ്യന്മാര് നമുക്കതിന് മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, സഭയിലെ എല്ലാ കാലത്തും നയിക്കുന്നവനായ കർത്താവ് സഭയോടൊപ്പമുണ്ട്, സഭയിലുണ്ട്. ഒരിക്കലും അവിടുന്ന് കൈവിടുകയില്ല. സഭാ സ്ഥാപനത്തെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. വേറൊരു ശക്തിക്കും ഈ സഭയെ തകർക്കാനോ സഭയില്ലാതാക്കാനോ സാധ്യമല്ല. കാരണം ഇത് സ്ഥാപിച്ചവനായ കർത്താവ് പറയാണ്, നരക കവാടങ്ങൾ, തിന്മ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ ഈ വചനത്തിലേക്കാണ് നോക്കേണ്ടത്. ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും, ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും, അത് സഭയിലെ ആഭ്യന്തര പ്രശ്നമായിരുന്നാലും, സഭയ്ക്ക് പുറമേൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥതകൾ, വിഷമസന്ധികളായിരുന്നാലും, നമ്മൾ ഈ കർത്താവിന്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കണം, അതോർക്കണം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥന വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. മുഴുവൻ ശ്രദ്ധയും കർത്താവിലേക്ക് തിരിക്കേണ്ട സമയമാണിതെന്ന് മനസ്സിലാക്കി സഭയിലെ മുഴുവൻ അംഗങ്ങളും, എല്ലാ ദൈവജനവും ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്മ നമുക്ക് ജന്മം നൽകാൻ വേണ്ടി പ്രസവവേദന അനുഭവിച്ചതുപോലെ തന്നെ സഭയിലെ കർത്താവിനാൽ വിളിക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട, നിയോഗിക്കപ്പെട്ട അനേക ശുശ്രൂഷകരുടെ ഈറ്റുനോവാണ് ക്രിസ്തുവിൽ രൂപപ്പെടാനും ക്രിസ്തുവിൽ വളരാനും നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നത് എന്ന സത്യം നമ്മൾ ഓർക്കണം. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് പോലെ ഓരോ കുംഭസാര സമയത്തും
നമ്മുടെ പാപങ്ങളുടെ കറകൾ കഴുകിക്കളഞ്ഞ് കുമ്പസാരിപ്പിച്ച് നമ്മളെ കുളിപ്പിക്കുകയല്ലേ സഭയാകുന്ന അമ്മ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് അഴുക്ക് പറ്റുമ്പോഴേ വിളിക്കുകയാണ്. അതിന് ഇത്ര ദിവസമൊന്നുമില്ല. എല്ലാ ദിവസവും നമ്മൾ അഴുക്ക് പറ്റിയാൽ ഉടനെ, ചില വിശുദ്ധരൊക്കെ എല്ലാ ദിവസവും കുമ്പസാരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കുളിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരമ്മ, മാടി വിളിക്കുന്ന ഒരമ്മ, വന്ന് കുളിക്ക്, ശുദ്ധി വരുത്ത്, സ്വയം കഴുകി വിശുദ്ധീകരിക്കുമെന്ന് പറയുന്ന അമ്മ. പിന്നെ ഒരമ്മ തൻ്റെ കുഞ്ഞിന് സ്വന്തം രക്തം അമ്മിഞ്ഞ പാലായി നൽകി വളർത്തുന്നത് പോലെ സഭയിലൂടെ യേശുക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് ഭക്ഷണമായി ലഭിക്കുകയല്ലേ. അൾത്താരമേശയിലൂടെ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന മധ്യേ ഈശോയുടെ ശരീര രക്തമായി മാറുന്ന അപ്പവും വീഞ്ഞും നമുക്ക് നൽകിക്കൊണ്ട്, വിശുദ്ധ കുർബാന നമുക്ക് നൽകിക്കൊണ്ട് സഭ ഒരമ്മയെ പോലെ നമ്മളെ പോറ്റി വളർത്തുകയല്ലേ എന്ന് സത്യം ഓർക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും നമ്മുടെ കൂടെയുള്ള ഒരമ്മയെ പോലെ തിരുസഭയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ എല്ലാ വിശേഷ അവസരങ്ങൾ നമ്മളെ ഒരുക്കി നമുക്ക് വിദ്യാഭ്യാസം നൽകാനായിട്ട് നമ്മുടെ അമ്മ ശ്രദ്ധിക്കുന്നത് പോലെ, നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ സഭ നമ്മളെ സൺഡേ സ്കൂളിലൂടെ, ധ്യാന ശുശ്രൂഷകളിലൂടെ വചനം നൽകി, ബോധ്യങ്ങൾ നൽകി, അറിവുകൾ നൽകി നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അതേപോലെ ആദ്യ കുർബാനയും സ്ഥൈര്യലേപനവും എല്ലാം നൽകി നമ്മളെ സമയാസമയങ്ങളിൽ നമുക്ക് വേണ്ടത് തരാൻ സഭ എത്രമാത്രം ശ്രദ്ധയുള്ളവളാണ് എന്ന സത്യം നമ്മൾ ഓർക്കണം. അതുപോലെ നമ്മൾക്ക് രോഗം പിടിപെടുമ്പോൾ, നമ്മളൊരു പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ നമ്മളുടെ അടുത്തേക്ക് ഓടി വരികയും നമ്മളെ ആശ്വസിപ്പിക്കുകയും സൗഖ്യം നൽകുകയും എല്ലാം ചെയ്യുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരമ്മയെ, ശക്തിപ്പെടുത്തുന്ന സഭ നമ്മുടെ അമ്മയല്ലേ. ഇനി നമ്മുടെ സ്വന്തം അമ്മ നമ്മുടെ മരണസമയത്ത് മരണത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ മരണശേഷം നമ്മളോടൊപ്പം ആയിരിക്കാനായിട്ട് നമ്മുടെ അമ്മയ്ക്ക് ഒരിക്കലും സാധിക്കത്തില്ല. എന്നാൽ തിരുസഭയാകുന്ന അമ്മ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം വളരെ പ്രാധാന്യത്തോടെ എടുത്ത് മരണാനന്തര ശുശ്രൂഷകൾ, ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ വളരെ നന്നായി നിർവഹിച്ച് ആദരവോടെ നമ്മളെ സംസ്കരിക്കുകയും പിന്നീട് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് വരെ നമുക്ക് വേണ്ടി ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാണ് തിരുസഭ. ഈ ലോകത്തിലെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം, ഈ ലോകത്ത് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാനെന്ന വ്യക്തിക്ക് വേണ്ടി ചെയ്തു തരാനായിട്ട് അത്രമാത്രം ശ്രദ്ധയോടുകൂടെ എൻ്റെ കൂടെയുള്ളൊരു സഭയാണ് നമ്മുടെ സഭ, കർത്താവ് സ്ഥാപിച്ച സഭ. ഈ സഭയെ അമ്മയായി നമ്മൾ കണ്ടാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ സ്ഥാപിച്ച ഈ സഭയിലൂടെ കർത്താവ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കൃപാവരങ്ങളും സമൃദ്ധമായി നമ്മളിലേക്ക് ഒഴുകി വരും. നമ്മൾ വെറുതെ പ്രസ്ഥാനം പോലെ കുറച്ച് വൈദികരുടെയോ അല്ലെങ്കിൽ മെത്രാന്മാരുടെയോ അല്ലെങ്കിൽ സഭയിലെ ചില ഉത്തരവാദിത്തപ്പെട്ടവരുടെയോ ഒരു സംഘടന പോലെ, ഒരു പ്രസ്ഥാനം പോലെ അവരുടെ ചില കാര്യം എന്ന രീതിയിൽ കാണാതെ സഭ എൻ്റെ അമ്മയാണ്. ഓരോ സഭാവിശ്വാസികളുടെയും സ്വന്തമാണ് സഭ, നമ്മളാണ് സഭ, നമ്മളെല്ലാവരും ചേരുന്നതാണ് സഭ. നമ്മൾ സഭയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ, സഭയുടെ ചൈതന്യത്തിന് ചേർന്ന രീതിയിൽ നമ്മൾ സഭയിലായിരിക്കുകയും സഭയെ സ്നേഹിക്കുകയും ചെയ്യേണ്ടവരാണ് എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേർന്നാലും അവിടെയും സഭയോടൊത്താണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. സ്വർഗീയ സഭ, വിജയസഭ, ഈ സഭ ഈ ലോകത്തിലെ സമരസഭയും ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനസഭയുമായി കൂട്ടായ്മയുള്ള സഭയാണ് എന്ന സത്യം നമുക്ക് ഓർക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരമ്മയായി സഭയെ നമ്മൾ കണ്ടാൽ, ആ ഒരു ബന്ധം സഭയുമായി നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് സഭയെ ആദരിക്കാനും ബഹുമാനിക്കാനും വളർത്താനുമുള്ള പ്രേരണ ലഭിക്കും. ഇത്രയും കാലത്ത് നമ്മുടെ ജീവിതത്തിനിടയിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, സഭയെ വളർത്തുവാനായി ഞാൻ എന്ത് ചെയ്തു? കർത്താവ് സ്ഥാപിച്ച സഭയെ ഉയർത്തുവാനായി, വളർത്തുവാനായി ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ മരിച്ചവരെ നമുക്ക് ഓർക്കാം. അവരുടെ ജീവിത കാലഘട്ടങ്ങളിൽ ഒത്തിരി സ്നേഹത്തോടെ ഒരു അമ്മയെ പോലെ സഭ അവരെ പരിപാലിച്ചു, സംരക്ഷിച്ചു, അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ അറിവില്ലാത്തൊരു കൊച്ചുകുട്ടി അമ്മ മരുന്ന് കൊടുക്കുമ്പോൾ തുപ്പുന്നത് പോലെ, അമ്മ വിളിക്കുമ്പോൾ തിരിഞ്ഞോടുന്നത് പോലെ പലപ്പോഴും നമ്മളൊക്കെ അറിവുള്ളവരെന്ന്, നമ്മളൊക്കെ അറിവിൽ വളർന്നിട്ടും പലപ്പോഴും സഭയെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും സാധിക്കാതെ നമ്മുടെ മരിച്ചവരുടെ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് സ്ഥാപിച്ച സഭയെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കാനോ ഇകഴ്ത്തി കാണിക്കുവാനോ ഇടയായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാവർക്കും മാപ്പ് ചോദിച്ച് കൂടുതൽ സ്നേഹത്തോടെ
കൂടുതൽ തീക്ഷ്ണതയോടെ സഭയിലെ അംഗമാണെന്നതിൽ അഭിമാനത്തോടെ ജീവിച്ചുകൊണ്ട് ആ പ്രവൃത്തികൾ, ആ ശുശ്രൂഷകൾ, ആ ജീവിതം നമുക്ക് ഈശോയ്ക്ക് കാഴ്ചയായി സമർപ്പിച്ച് നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കൊന്നിച്ച് തിരുസഭയെ ഓർത്ത്, ഈശോ സ്ഥാപിച്ച സഭയെ ഓർത്ത് അതിലംഗമാകാൻ, അതിൽ വളരാൻ നമുക്ക് അവസരം ലഭിച്ചതിനെ ഓർത്ത്, ലോകത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യം എനിക്ക് ലഭിക്കാനിടയായതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് സഭയോടൊപ്പം ഇപ്പോൾ ഭൂമിയിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനകളോട് ചേർന്ന് സ്വർഗത്തിലെ സഭയോടും ശുദ്ധീകരണ സ്ഥലത്തിലെ സഭയോടും ചേർന്ന് നമുക്കൊന്നിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, നീ സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ, സഭയെ മനസ്സിലാക്കുവാൻ, സഭയിലായിരിക്കുവാൻ, സഭയിലൂടെ നീ ഒഴുകി തരുന്ന എല്ലാ കൃപാവരങ്ങളും പ്രസാദവരങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് ഈ ലോക ജീവിതം പൂർത്തിയാക്കി സഭയോടൊപ്പം സ്വർഗത്തിൽ അങ്ങേ ആരാധിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും സ്വർഗത്തിലെത്തി അങ്ങേ മുഖാഭിമുഖം കണ്ട് ആരാധിക്കാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന ആഗ്രഹത്തോടെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമുക്ക് പാടി ആരാധിക്കാം. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളുടെയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ, തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ.